ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് എന്തൊക്കെയെന്നും അവ എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാമെന്നും നമുക്ക് നോക്കാം. എല്ലാവർക്കും അറിയാം ബ്ലോഗിങ്ങിനെ പറ്റി. നമുക്ക് നല്ലൊരു ബ്ലോഗ് ഉണ്ടെങ്കിൽ, ഒരു ആഡ്സെൻസ് കണക്റ്റഡ് ആയിട്ടുള്ള നല്ലൊരു റീച്ചുള്ള നല്ലൊരു ബ്ലോഗ് ഉണ്ടെങ്കിൽ നമുക്കത് ലൈഫ് ലോങ് റവന്യൂ ആയിരിക്കും. ഇപ്പം ഇത് പാർട്ട് ടൈം അല്ലാതെ ഫുൾ ടൈം ആയിട്ട് തന്നെ ഒരു ബ്ലോഗിങ് ജോബായിട്ട് എടുക്കുന്ന നിരവധി പേര് നമ്മളുടെ ഈ കേരളത്തിൽ തന്നെ ഉണ്ട്. സോ നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് ബ്ലോഗിങ്ങിലൂടെ സമ്പാദിക്കാം. പക്ഷെങ്കിൽ നിങ്ങൾ ഇന്ന് ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്ത് നാളെ അല്ലെങ്കിൽ 2 മാസം കഴിയുമ്പോൾ 3 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് റവന്യൂ കിട്ടിയെന്ന് വരത്തില്ല. നല്ല പേഷ്യൻസ് വേണ്ട ഒരു പ്ലാറ്റ്ഫോമാണ് ബ്ലോഗിങ് എന്ന് പറയുന്നത്. നിങ്ങൾ മിനിമം ഒരു 6 months to 1 year എങ്കിലും ബ്ലോഗ് പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുക, നല്ല കണ്ടൻസ് ഇട്ടുകൊണ്ടിരിക്കുക. നല്ല രീതിയിൽ റീച്ച് ചെയ്യാനുള്ള SEO മുതലായ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്താൽ മാത്രമേ ബ്ലോഗിങ്ങിൽ നിങ്ങൾക്ക് സക്സസ് ആകാനായിട്ട് സാധിക്കൂ. പക്ഷേ സക്സസ് ആയാൽ അത് നല്ലൊരു റവന്യൂ, നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമായിരിക്കും ബ്ലോഗിങ് എന്ന് പറയുന്നത്. അപ്പം ഈ ബ്ലോഗിങ്ങിന് വേണ്ട പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റെപ്സ് എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വരുന്ന ഇനിഷ്യൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങളൊരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുക. സെലക്ട് എ നിച്ചി ടോപ്പിക്ക്, അതായത് നല്ല റീച്ച് കിട്ടുന്ന ഒരു ടോപ്പിക്ക് വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഈ ഇനിഷ്യൽ സ്റ്റെപ്പായിരിക്കും ബേസ് ആയിട്ടുള്ളത്. ഇതിൽ നിന്നായിരിക്കും നിങ്ങളുടെ ബ്ലോഗിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നത്. എക്സാമ്പിൾ ലൈക്ക് ടെക്നോളജി പരമായ കണ്ടൻറ്റുകൾ, ഫാഷൻ പരമായ കണ്ടൻറ്റുകൾ, അല്ലെങ്കിൽ കുക്കിംഗ് റിലേറ്റഡ് കണ്ടൻറ്റ്സ്, അതിനൊക്കെ ഭയങ്കര റീച്ചായിരിക്കും ഡെയിലി കിട്ടുന്നത്. മില്യൺസ് ഓഫ് റീച്ചായിരിക്കും ഡെയിലി. സോ അങ്ങനെയുള്ള കണ്ടൻറ്റ്സ് നിങ്ങൾക്കും റീച്ച് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. സോ നിങ്ങൾ ട്രെൻഡിങ്ങും അതുപോലെ തന്നെ കൂടുതൽ ആൾക്കാർ വ്യൂ ചെയ്യാനായിട്ട് സാധ്യതയുമുള്ള ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്ത് കണ്ടുപിടിച്ച് ആ ടോപ്പിക്കിനെ പറ്റി വേണം നിങ്ങൾ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാനും കണ്ടൻറ്റ്സ് ഇടുവാനായിട്ട്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, സെലക്ട് എ നിച്ചി ടോപ്പിക്. നെക്സ്റ്റ് രണ്ടാമത്തെ സ്റ്റെപ്പാണ് സെലക്ട് എ ഡൊമൈൻ നെയിം. നിങ്ങൾക്കൊരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നല്ലൊരു ഡൊമൈൻ നെയിം നിങ്ങൾ സെലക്ട് ചെയ്യുകയാണ് അടുത്ത സ്റ്റെപ്പ്. അത് ഈ ഗോഡാഡി എന്ന് പറയുന്ന വെബ്സൈറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഗോഡാഡി എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് വേണം നിങ്ങൾ ഡൊമൈൻ നെയിം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം. അത് നിങ്ങൾ അതിൽ പോയിട്ട് സെർച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഒരു ജോബ് റിലേറ്റഡ് ഒരു ബ്ലോഗാണ്, ജോബിനെ പറ്റിയുള്ള ഒരു ബ്ലോഗാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനൊരു പേര്, ഇപ്പോൾ ജോബ് കണക്ഷൻ എന്ന് പറയുന്ന ഒരു ബ്ലോഗ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആ ഒരു പേര് നിങ്ങൾ ആ ഗോഡാഡിയിൽ പോയി സെർച്ച് ചെയ്ത് നോക്കുക, അത് അവൈലബിൾ ആണോ എന്ന്. അവൈലബിൾ ആണെങ്കിൽ അങ്ങനത്തത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അത് 2 year 3 year അങ്ങനെ എത്ര ഇയറിലേക്കാണോ അതിനനുസരിച്ചായിരിക്കും എമൗണ്ട് അവർ കാണിക്കുന്നത്. അങ്ങനെ അത് വായിക്കുക. അപ്പോൾ നിങ്ങളൊരു ഡൊമൈൻ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു ജോബ് റിലേറ്റഡ് ഒരു ബ്ലോഗാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ ആ ഒരു ഡൊമൈൻ നെയിമിൽ ജോബ് എന്ന ഒരു ടെക്സ്റ്റ് ഉണ്ടാവാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഹൗ ടു മേക്ക് മണി ഓൺലൈൻ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ബ്ലോഗ്സുകളുണ്ട്. അങ്ങനെ ഒരു ബ്ലോഗാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ ഒരു മണി എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ്, ഒരു വേർഡ് നിങ്ങളുടെ ആ ഡൊമൈൻ നെയിമിൽ വെച്ച് നിങ്ങൾ ഗോഡാഡിയിൽ പോയി സെർച്ച് ചെയ്യുക. സോ അത് നല്ലൊരു കീവേഡ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു SEO ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും ആ ഡൊമൈൻ നെയിം അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത എൻ്റെ ബ്ലോഗിൻ്റെ പേര് ജോബ് തിങ്സ് എന്നാണ്. അപ്പം ഞാൻ ജോബിനെ പറ്റിയും അതുപോലെ തന്നെ മണി കണക്ഷൻസ്, മണി സംബന്ധമായ ബ്ലോഗ് പോസ്റ്റുകളൊക്കെയാണ് എൻ്റെ ബ്ലോഗിലിടുന്നത്. സോ ജോബ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കത് SEO കൂടുതൽ ഭംഗിയായിട്ട് എൻ്റെ ബ്ലോഗിന് എനിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ പോപ്പുലറായ മറ്റ് 2 ബ്ലോഗുകളാണ് മണി കണക്ഷൻ, അതും ഹൗ ടു മേക്ക് മണി ഓൺലൈൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് അവർ കൂടുതൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ അതിനകത്ത് മണി എന്ന് പറയുന്ന ടെക്സ്റ്റ് ഉണ്ട്. ഓക്കെ. പിന്നെ സ്റ്റുഡൻസിന് വേണ്ട ഡിസ്കൗണ്ട്സ്, സ്റ്റുഡൻസിന് വേണ്ട കുറേ കണ്ടൻസുള്ള ഒരു വെബ്സൈറ്റാണ് SaveTheStudent.org. സോ അതിനകത്ത് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഉണ്ട്. സോ നിങ്ങൾ ഈ ഡൊമൈൻ നെയിം വാങ്ങിക്കുന്ന കൂടെ തന്നെ നമുക്ക് വെബ് ഹോസ്റ്റിംഗ്, ഒരു ഹോസ്റ്റിംഗ് കൂടെ പർച്ചേസ് ചെയ്യുന്നുണ്ട്.
അതായത് നമ്മുടെ ഈ വെബ്സൈറ്റുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു ഏരിയയാണ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ അതും ഈ ഗോഡാഡിയിൽ നിന്ന് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാം, ഡൊമൈൻ നെയിമിൻ്റെ കൂടെ തന്നെ. സോ അതിനകത്ത് നമ്മൾ സ്പേസസ് അനുസരിച്ചായിരിക്കും അതിൻ്റെ റേറ്റിംഗ് വരുന്നത്. നമുക്ക് ഒന്നിലധികമോ വെബ്സൈറ്റുകൾ ഈ ഒരു ഹോസ്റ്റിനകത്ത് തന്നെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ അത് നിങ്ങൾ സ്പേസസ് അവൈലബിൾ ആക്കി നിങ്ങളത് പർച്ചേസ് ചെയ്യുക. ഹോസ്റ്റിംഗ് അതും ഈ ഗോഡാഡി പോലെയുള്ള വെബ്സൈറ്റുകളും ലഭ്യമാണ്. അടുത്ത സ്റ്റെപ്പാണ് ആഡ് സം കണ്ടൻസ് ഇൻ ദി ഫൂട്ടർ സെക്ഷൻ. അതായത് എബൌട്ട് അസ്, പ്രൈവസി പോളിസി, ഡിസ്ക്ലൈമർ, ഇങ്ങനെയുള്ള കണ്ടൻസുകളൊക്കെ നിങ്ങളുടെ ആ ബ്ലോഗിൻ്റെ ഏറ്റവും ബോട്ടം സൈഡിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുക. എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു ആഡ്സെൻസുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ ഒരു 3 കാര്യങ്ങൾ വേണം, അല്ലെങ്കിൽ ആഡ്സെൻസ് അപ്രൂവ് ആയി കിട്ടത്തില്ല. സോ ഈ ഒരു 3 കണ്ടൻസ് നിങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കണം. എബൌട്ട് അസ്, പ്രൈവസി പോളിസി, ഡിസ്ക്ലൈമർ, അത് കണ്ടൻ്റായിട്ട് നിങ്ങളുടെ ബ്ലോഗിൻ്റെ ഏറ്റവും ഫൂട്ടർ സൈഡിൽ ആഡ് ചെയ്യുക. അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി പോസ്റ്റ് കണ്ടൻസ്. നിങ്ങൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ന്യൂ കണ്ടൻസ് ബ്ലോഗ് പോസ്റ്റായിട്ട് നിങ്ങളുടെ ബ്ലോഗിൽ ഇടുക. കൂടുതലും വേഡ്പ്രസ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അത് നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും, നല്ല രീതിയിൽ യൂസ് ചെയ്യാം. പോസ്റ്റാണെങ്കിലും അതിൽ തന്നെ SEO നമുക്ക് മാനേജ് ചെയ്യാം, അതുപോലെ തന്നെ ടെംപ്ലേറ്റ് മാനേജ് ചെയ്യുക. അതായത് തീംസ്, വേഡ്പ്രസിൻ്റെ തീംസ് ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അത് വെച്ച് നമ്മുടെ വെബ്സൈറ്റിന് നല്ലൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റും. സോ ഐ ഹൈലി റെക്കമെൻഡ് വേഡ്പ്രസ്. നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ബ്ലോഗിന് വേണ്ടി. സോ നിങ്ങൾ എന്നും ബ്ലോഗ് പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുക. അത് ഡിലേ വരുത്താതെ ഇപ്പം വീക്കിലിയോ ഡെയിലിയോ 2 വീക്കിലോ കണ്ടൻസ് അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ ഇട്ട് പോകുക. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഷെയർ വിത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. നിങ്ങളുടെ ഒരു ബ്ലോഗ് പോസ്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്താൽ അതവിടെ കഴിഞ്ഞില്ല. അതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വെബ്സൈറ്റുകളായ ഫേസ്ബുക്ക്, പിൻട്രസ്റ്റ്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, ഇങ്ങനെയുള്ള എല്ലാ വെബ്സൈറ്റുകളിലും നിങ്ങൾ അതുകൊണ്ട് പേസ്റ്റ് ചെയ്യുക. ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്സ്. സോ നിങ്ങൾ ഒരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ പറഞ്ഞ ഈ സ്റ്റെപ്സുകൾ ഓർത്തിരിക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ്, സെലക്ട് എ നിച്ച് ടോപ്പിക്. സെക്കൻഡ്, select a domain name. Third, buy domain name and hosting. Fourth one, design your website or blog. Fifth one, add about us, privacy policy and disclaimer in the footer of the blog. Sixth step, post new contents. Seventh, share with social media platforms. So നമുക്കിതിൻ്റെ ബാക്കിയായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഞാൻ ഓരോ കാര്യങ്ങളും എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നതായിരിക്കും.